السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا إلى آخر الآيات. ബഹുമാനം ആദരവ് നിറഞ്ഞ സ്വാമിമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, മറ്റ് സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ എഴുതിക്കൂടിയതുപോലെ മജ്‌ലിസിലെ ഔമത്തുൽ ദിയാറ് ജന്നാറെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ സ്വർഗ്ഗീയ ആരാമത്തിൽ ഇതേപോലെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രത്യേകമായി ഉണർത്തുവാനുള്ളത് ബഷീർ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ ബിരുദമെടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഉന്നതമായിരിക്കുന്ന വിദ്യ അഭ്യസിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് വിജയദർശനമാക്കാൻ സാധ്യമല്ല. എന്താ കാരണം? ഇസ്തിഖാമ. നമ്മൾ നിലവാരം അനുസരിക്കണം. അതായത് ഒരു ഹാജിക്ക് ഹജ്ജ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ 10 8 ലക്ഷം രൂപ ചെലവാക്കി ഹജ്ജ് ചെയ്യുന്നതിന് വലിയ ത്യാഗമില്ല, പൈസ എങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഒരു ഹാജിയായി ജീവിക്കുവാൻ ത്യാഗമാണ്. ആ ഹജ്ജ് അനുസരിക്കുന്ന ആ സാഹചര്യം, ആ പരിവർത്തനം, ആ മാനസികമായിരുന്ന അവസ്ഥ നമ്മുടെ ജീവിതം മൊത്തം കൊണ്ടുവരണമെങ്കിൽ മാത്രമേ ആ ഹജ്ജിന് നമുക്ക് ഫലമുള്ളൂ. ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, വീണ്ടും വന്ന് പഴയതിനെ അത്രമായി ജീവിതം താറാറാക്കുന്നു. അങ്ങനെ പോയാൽ ആ ഹജ്ജിന് ഫലമുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കുള്ള ഹാജിമാരെയും ഹജ്ജിനെ കബൂലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു ആലിമായി ബിരുദമെടുത്തതുകൊണ്ടും കാര്യമില്ല. എന്ത് കാരണം? എന്തു പഠിച്ചോ ആ പഠിച്ചതുപോലെ ഒരു 90% നമ്മൾ ജീവിതം നിലനിർത്തണം. ആയതുകൊണ്ട് ഇവിടെ നിന്ന് പഠിച്ച അനാനി ഉലമാക്കളാവണം ഈ ലോകത്തിൽ വിദ്യ അഭ്യസിച്ച് ബിരുദമെടുത്ത് നടക്കുന്ന എല്ലാ ആലിമീങ്ങളോടും എന്നോടും പറയാറുള്ളത്, എന്താണോ നിയമം അതിനെ അവഹേളിക്കാതെ ഇസ്സത്തോടൊപ്പം ജീവിതമാണ് ഏറ്റവും ഇസ്തിഖാമ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മൊത്തം വിശ്വസിക്കുകയും ആ ഇസ്തിഖാമത്ത് ജീവിതം കൊണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഏറ്റവും ത്യാഗപ്പെട്ട ഒരു വിഷയം ഇസ്തിഖാമത്താണ്. പഠിത്തമുണ്ടായില്ല, അങ്ങനെ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിവാദന്മാരെയൊക്കെ മുഖ്യങ്ങളായ മുഖ്യങ്ങളായ ആമിനീകളായ സമൂഹത്തിൽ ഉൾപ്പെടുത്തട്ടെ. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഈ മനാരിയ സ്ഥാപനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പാസാരിക്കുന്ന ഗ്രഹമാരുടെ കുടുംബം തന്നെയാണ്, ആസ്വാദം തന്നെയാണ്. ഇതിന് പറ്റുന്ന ഏത് പരാജയവും നിങ്ങളുടെ പരാജയം തന്നെയാണ്, ഉയർത്തി തന്നെയാണ്. ആയതുകൊണ്ട് എന്റെ സ്നേഹത്തിലായിരിക്കുന്ന എന്റെ വിദ്യാർത്ഥികളോട്, എന്റെ സഹോദരന്മാരോട് സഹവാട് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ അഹോരാത്രം പണിപെട്ട് പ്രവർത്തിക്കണം. ഇതിന്റെ ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അല്പം സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ സാമ്പത്തിക ഇന്നത്തെ നമുക്ക് സമ്പാദിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നാനാഭാവം ഇല്ലാത്ത നിലയിലുള്ള ഒരു യാതനയാതിലേക്കുള്ള ആ സമ്പാദനം വൃത്തിയിട്ട് ഒരു ഉന്നതമായിരിക്കുന്ന അന്തസ്ഥാനിക നിലയിലൂടെ ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തിക നിലപാട് ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്കെല്ലാം ആത്മാവിനും ത്യാഗവും ഇതിനുവേണ്ടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവർത്തനങ്ങളെല്ലാം റബ്ബിന് ഇഷ്ടപ്പെട്ടതിലും കൂടി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഏവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.